ഖുർആൻ പറഞ്ഞ പോലെ നല്ല ഭാഗ്യമുള്ള ആളുകൾക്കാണ് പരീക്ഷണങ്ങളെ പുഞ്ചിരിയോടെ നേരിടാൻ കഴിയുകയുള്ളൂ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പരീക്ഷണങ്ങളെ നേരിടുന്നതിന് വിശുദ്ധമായ ദീൻ പറയുന്നത് നമ്മുടെ വേവലാതികളോ കരച്ചിലോ സംഭവിച്ച ഒരു മുസീബത്തിനെ തിരുത്തിത്തരുമോ? മരിച്ചുപോയ ഒരാളെ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരാൻ കഴിയുമോ? കരഞ്ഞാൽ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരാൻ കരച്ചിൽ കൊണ്ട് കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അള്ളാഹുവിൻ്റെ ഒരു ഖളാ സംഭവിച്ചു പോയാൽ ആ ഖളായിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തുകയാണ് വേണ്ടത്. തുൻസബുൽ മവാസീനു യൗമൽ ഖിയാമ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അനസ് റളിയല്ലാഹു തആല അൻഹു ഹബീബ് എന്ന് കേട്ട് പഠിച്ച ഒരു ഹദീസ് പഠിപ്പിക്കുകയാണ്. തുൻസബുൽ മവാസീനു യൗമൽ ഖിയാമ. അന്ത്യനാളാകുമ്പോൾ അല്ലാഹു തുലാസ് നാട്ടിവെക്കും. നന്മയും തിന്മയും തൂക്കി നോക്കുന്ന തുലാസ്. അല്ലാഹുമ്മ തഖിൽ മവാസീനനാ ബിൽ ഹസനാത്ത്. അല്ലാഹു ആ നേരം നമ്മുടെ തുലാസുകളെ നന്മ കൊണ്ട് അല്ലാഹു കനം തൂക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. പുണ്യനബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. തുൻസബുൽ മവാസീനു യൗമൽ ഖിയാമ. അന്ത്യനാളിൽ മീസാനുകളെ അല്ലാഹു നാട്ടിവെക്കും. ഫയുഅതാ ബിഅഹ്ലിസ് സ്വലാത്തി വസ്സിയാമി വസ്സകാത്തി വൽ ഹജ്ജ്. നിസ്കരിച്ചവരെ, സുന്നത്ത് നിസ്കരിച്ചവരെ, വിത്ർ നിസ്കരിച്ചവരെ, റവാത്തിബ് നിസ്കരിച്ചവരെ, നോമ്പെടുത്തവരെ, സുന്നത്തെടുത്തവരെ, സകാത്ത് കൊടുത്തവരെ, ദാനം ചെയ്തവർ, ഹജ്ജ് ചെയ്തവരെ, ഉംറ ചെയ്തവർ, അവരുടെയൊക്കെ അമലുകൾ അല്ലാഹു തൂക്കിയിട്ട് ഫയുവഫൗന ഉജൂറഹും ബിൽ മവാസീൻ. അവരുടെ നന്മ തിന്മകളെല്ലാം അല്ലാഹു തൂക്കിയിട്ട് ക്ലിയർ ചെയ്തു വെക്കും. ثم يؤتى بأهل البلاء. ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും മാത്രം അനുഭവിച്ച, അതുമാത്രം കൂടുതൽ അനുഭവിച്ച എത്രയോ ആളുകളുണ്ട് മനുഷ്യരിൽ, മുഅ്മിനുകളിൽ. അവരെ കൊണ്ടുവരും. യുഅ്താ ബിഅഹ്ലിൽ ബലാ ഫലാ യുൻസബു ലഹും മീസാൻ. നാളെ അവർക്ക് തുലാസില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിൽ വെച്ച് കഷ്ടപ്പാട് അനുഭവിച്ച ആളുകൾക്ക് നാളെ അമലുകൾ പോലും തൂക്കി നോക്കാതെ അല്ലാഹു രക്ഷപ്പെടുത്തുകയാണത്രേ. വലാ യുൻശറു ലഹും ദീവാൻ. അവരുടെ മുമ്പിൽ രേഖകൾ സമർപ്പിക്കുന്നില്ല. വയുസബ്ബു അലൈഹിമുൽ അജ്റു സബ്ബാ. അല്ലാഹു പ്രതിഫലം അവർക്ക് ചൊരിച്ചു കൊടുക്കുകയാണ്. അളന്നു മുറിച്ച് നോക്കിയിട്ട് കൂടുതലുണ്ടോ കുറവുണ്ടോ, നന്മയാണോ തിന്മയാണോ കൂടുതൽ, ഇതവിടെ നോട്ടമില്ല. മുഅ്മിനീങ്ങളായ സജ്ജനങ്ങളായ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച ആളുകൾ. എന്നാൽ ജീവിതത്തിൽ അരുതാത്തത്, പലരുടെയും വായിൽ നിന്ന് അരുതാത്തത് കേൾക്കേണ്ടി വന്നവർ, വേദനിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ അനുഭവിക്കേണ്ടി വന്നവർ, വീട്ടിൽ രോഗം കൊണ്ട് പരീക്ഷണത്തിൽപ്പെട്ടവർ, കടം കൊണ്ട് കടം കുമിഞ്ഞുകൂടി വിഷമിച്ചു പോയവർ, വീടില്ലാതെ മക്കളെ വിവാഹം ചെയ്തേക്കാൻ കഴിയാതെ ആശുപത്രി കിടക്കകളിലായി കഴിച്ചുകൂട്ടിയവരെ, കുടുംബ പ്രശ്നങ്ങളും ശൈഥില്യങ്ങളുമായി ആകെ മനസ്സ് വിഷമിച്ച് തളർന്ന് ചെയ്യുന്നത് നന്മയാണ്, തിരിച്ചു കിട്ടുന്നത് തിന്മയാണ്. ആളുകളോട് പുഞ്ചിരിക്കുമ്പോഴും ഇങ്ങോട്ട് കൊഞ്ഞനം കാണിച്ചിരുന്നവർ, അത്തരക്കാരെയാണ് അഹ്ലുൽ ബലാ. ദുനിയാവിൽ മനസ്സ് വിഷമിച്ച് ജീവിച്ചവർ, അകാരണമായി ഒരു കാരണവുമില്ലാതെ ജനങ്ങളാൽ ദുൽമു ചെയ്യപ്പെട്ടവരെ, അവരെ കൊണ്ടുവരുമ്പോൾ ഫലാ യുൻസബു ലഹും മീസാൻ. അവിടെ തുലാസിന്റെ നോട്ടമില്ല അവർക്ക്. അവരെ അല്ലാഹു തുലാസ് തൂക്കിയിട്ടല്ല സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. തുലാസ് തൂക്കുന്ന പണി പോലും അവർക്കില്ല. വലാ യുൻശറു ലഹും ദീവാൻ. നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ രേഖകൾ പോലും അവരെ കാണിക്കുകയില്ലത്രേ. കാരണം ഒരു ടെൻഷൻ വന്നാൽ ഒരു മനുഷ്യന്റെ തെറ്റുകൾ പൊറുക്കപ്പെടുമെന്നാണ് ഹദീസ്. മുള്ളുകുത്തിയ വേദന, ഒരു മുറിവിന്റെ വേദന, ഒരു ഇഞ്ചക്ഷന്റെ വേദന, സർജറിയുടെ വേദന, കാൽമുട്ടിന്റെ വേദന, ഊരവേദനയുടെ വേദന, ഈ വേദനയൊക്കെ അനുഭവിക്കുമ്പോൾ എത്രയാണ് അല്ലാഹു പ്രതിഫലം നൽകുന്നത്, എത്ര പാപങ്ങളാണ് പൊറുക്കപ്പെട്ടു പോകുന്നത്. ഓരോ അനീൻ കിടക്കയിൽ കിടന്ന് തേങ്ങുന്ന തേങ്ങലിന് പോലും അല്ലാഹു പ്രതിഫലം നൽകുന്നുവെന്നാണ് ഹബീബുനാ റസൂലുള്ളാഹി ഞങ്ങൾ പറയുന്നത്. ആ വേദനക്ക് പോലും തെറ്റുകൾ അല്ലാഹു മാപ്പ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എന്ത് തെറ്റുകളാണുള്ളത്? അതുകൊണ്ട്
പരീക്ഷണങ്ങളുള്ള ആളുകളെ കൊണ്ടുവരും. അതിൻ്റെ മുമ്പ് നിസ്കരിച്ചവരെ, നോമ്പെടുത്തവരെ, സക്കാത്ത് കൊടുത്തവരെ, അതുപോലെ ഹജ്ജ് ചെയ്തവരെ, അവരുടെയൊക്കെ എല്ലാ അളവും കൃത്യമായി വിട്ടതിന് ശേഷം يؤتى بأهل البلاء ويصب عليهم الأجر صبا بغير حساب. ഒരു കണക്കുമില്ലാതെ വാരിക്കോരി അവർക്ക് പ്രതിഫലം അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാഷാ അല്ലാഹ്. പിന്നെ നമ്മുടെ പ്രവർത്തകന്മാർ വരുന്നുണ്ട്. എല്ലാവരും കഴിവിൻ്റെ പരമാവധി നിങ്ങളൊക്കെ സഹായിച്ചവരാണ്. ഉസ്താദ് ദാരിമി ഉസ്താദ് ഒരു കവർ തന്ന കാര്യം പറഞ്ഞു. അതിന് എപ്പോഴാണ് കിട്ടുക? എപ്പോൾ കൊണ്ടുവരാനുള്ളതാണ് കവർ? ഈ ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരില്ലെങ്കിൽ നാളെ ലൈബ്രറി കാണാൻ വരുമ്പോഴെങ്കിലും കൊണ്ടുവരണേ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീക്ക് തരട്ടെ, അല്ലാഹു തൗഫീക്ക് തരട്ടെ. ഇതിന് ഒരുപാട് ചിലവുണ്ട്. നമ്മുടെ ഈ ലൈറ്റും സംവിധാനങ്ങളും പൂർവോപരി നമ്മുടെ മൈക്ക് സൗണ്ട് സിസ്റ്റം അതൊരു വലിയ ഘടകമാണ്. നമ്മൾ കല്യാണത്തിന് ചോറ് റെഡിയാക്കാതെ പന്തലിട്ടൊരു കാര്യമില്ലല്ലോ. അവിടെ ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കേണ്ടത് എന്ന പോലെ ഇവിടെ ചെയർ ചുരുക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇവിടെ മൈക്കും സൗണ്ടുമാണ് ഇവിടെ വേണ്ടത് അല്ലേ? അപ്പോൾ അതിന് നമ്മുടെ സംഘാടകരോടൊക്കെ നമ്മൾ കൃത്യമായിട്ടും ചില കണ്ടീഷൻസ് പറയലാണ്. വയ്യാത്തത് കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ അവർ അത് മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അതിനൊക്കെ ചിലവുകളുണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് അതിലൊരു വിഷമം ആരും വിചാരിക്കരുത്. വയ്യാത്തത് കൊണ്ടാണ്. 30 കൊല്ലമായി അത് പറയാൻ തുടങ്ങിയിട്ട് ഇതുവരെ നമ്മളിവിടെ ഒരു കണ്ടീഷനും പറയില്ല. ഒരു കണ്ടീഷൻ ഇപ്പോൾ പറയൽ ഇതാണ്, മൈക്ക് ശരിയാക്കണം. അത് നമ്മൾ പറയുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്യണം. അത് പറ്റിയില്ലെങ്കിൽ നമ്മൾക്ക് വേണ്ട, എന്ത് ചെയ്തോളൂ പിന്നീട് എപ്പോഴെങ്കിലും പരിപാടി ചെയ്യാം എന്ന് നമ്മൾ വിട്ടു പറയല. അത് നിർബന്ധിതമായിട്ട് പറ്റുന്നില്ല. ചിലപ്പോൾ നമ്മൾ തളർന്നു പോവുകയാണ്. നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ പറയുന്നല്ലേ എന്താ ഒരു കുഴപ്പമെന്ന്. പക്ഷെ നമ്മുടെ ഹാർട്ടും നമ്മുടെ ലങ്സും ശ്വാസകോശവും ഒക്കെ ഇതിൽ തളർന്നു പോവുകയാണ്. അപ്പോൾ നമുക്ക് പിന്നെ ക്ലാസ് എടുക്കണ്ടേ. എനിക്കാണെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കല പരിപാടി അറിയാമല്ലോ. അപ്പോൾ സ്കൂളിൽ ചെന്നാലും ശബ്ദം ഇടണം, മൈക്കിലും ഇതെല്ലാം കൂടെ ആകുമ്പോൾ നമ്മളങ്ങ് സൈഡായി പോകും. പിന്നെ ഈ പരിപാടിയൊക്കെ കെട്ടിപ്പൂട്ടി നിർത്തി വെക്കേണ്ടി വരും. അപ്പോൾ കുറച്ച് കാലത്തേക്ക് ദഅവത്ത് നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അല്ലാഹു തൗഫീക്ക് തരട്ടെ. അപ്പം അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചില കണ്ടീഷൻസൊക്കെ പറയുന്നത്. ഒരുപക്ഷെ കമ്മിറ്റിക്കാരിലൊക്കെ എന്താ പുസ്തകം അത്ര ഡിമാൻഡ് എന്നൊക്കെ ചിലരൊക്കെ ചോദിക്കും. അത് നമുക്ക് എപ്പോഴും കേൾക്കണതാണ്. എല്ലാ സ്ഥലത്തും ഉണ്ടാവാറുണ്ട്. എല്ലാ ആഴ്ചയും പരിപാടി ഉണ്ട്. നമുക്കറിയാതെ അതറിയാത്തത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കലാണ്. വിഷമിക്കരുത്, പറ്റാത്തത് കൊണ്ടാണ്. പിന്നെ അതിനുവേണ്ടിയൊക്കെ പരിശ്രമിച്ചിട്ടുള്ള ആളുകൾ നമ്മുടെ അൽതാഫ് ഉസ്താദ് അടക്കം എല്ലാവരും ഇവരോടൊക്കെ നമ്മൾ നന്ദി പറയാണ്. ദാരിമി ഉസ്താദിനോടും സംഘാടകരോടൊക്കെ. ബറക്കല്ലാഹ്. അല്ലാഹു നമ്മുടെ ഈ അമൽ അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരു കാര്യം അതിൻ്റെ ഭംഗിയിൽ ചെയ്യാന്നുള്ളതാണ് അല്ലേ. ഞാനിവിടെ വന്ന് തൊണ്ട കീറി കുറച്ച് നേരം പറഞ്ഞ് ഇന്നെ കൂടി ഇനി വയ്യാന്ന് പറഞ്ഞ് നിർത്തിപ്പോകുന്നതിനേക്കാളും നല്ലത് ആളുള്ളൊരു മണിക്കൂറോ 2 മണിക്കൂറോ വൃത്തിയിൽ പറയുമ്പോൾ നിങ്ങൾക്കും റാഹത്താണ്, എനിക്കും റാഹത്താണ്. പഠിച്ചവനെ ഇത്രയും ദൂരെ യാത്ര ചെയ്ത് വന്നിട്ട് ഒരു കാര്യത്തിലാവാണ്ട് പോകുമ്പോൾ ഒരു സങ്കടമല്ലേ. അതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളത് വിഷമൊന്നും വിചാരിക്കരുത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ജസാക്കുമുല്ലാഹു ഖൈറ. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയാം, യുസബ്ബുൽ അജ്റു അലൈഹിം സബ്ബൻ ബിഗൈരി ഹിസാബ്. കയ്യും കണക്കുമില്ലാതെ അള്ളാഹു പ്രതിഫലം കെട്ട് ചൊരിഞ്ഞു കൊടുക്കുന്നു ഈ ദുന്യാവിൽ അസുഖം പേറി നടന്ന ആളുകൾക്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വീൽ ചെയറിലും ബെഡിലും കിടന്ന് ജീവിതം തീർക്കുന്ന ആളുകൾ. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? നമ്മളൊക്കെ ഇവിടെ പുറത്തിറങ്ങി ഒന്ന് നടക്കുകയാണ്, ഒന്ന് വരാൻ കഴിയാതെ, ഒരാളുടെ ആശ്രയമില്ലാതെ, ഒന്ന് നടക്കാനോ യാത്ര ചെയ്യാനോ കഴിയാതെ വിഷമിക്കുന്ന എത്ര രോഗികളുണ്ട്. അല്ലാഹു നീ അവർക്കൊക്കെ മനക്കരുത്ത് കൊടുക്കണേ, ശിഫ കൊടുക്കണേ, ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രായമാകുമ്പോൾ, വാർദ്ധക്യത്തിലേക്ക് നീങ്ങുമ്പോൾ നമ്മളറിയാതെ ആ ഒരു ഘട്ടത്തിലേക്ക് നമ്മളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റേതായ പ്രതിസന്ധികൾ, അസുഖങ്ങൾ, പ്രയാസങ്ങൾ നമ്മളെ ശരീരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. അവസാനം നമുക്ക് മടുക്കും. പടച്ചോൻ ഇനി പോയാൽ മതി, എന്തിനാ ഇവിടെ നടക്കാനും വയ്യ, കടക്കാനും വയ്യ, എൻ്റെ മക്കൾക്കും വേറെ കുട്ടികൾക്കും ഞാനൊരു ഭാരമായി ഇവിടെ കടന്നിട്ട് എന്ത് കാര്യം, അല്ലാഹുവേ എന്നെ നീ ഖബറിലേക്ക് എടുത്തേക്ക് റബ്ബേ എന്ന് മനസ്സുകൊണ്ട് നമ്മൾ പറയത്തക്ക വിധം അല്ലാഹു നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി തരുന്നതാണ്. സുബ്ഹാനല്ലാഹ്. വാർദ്ധക്യത്തിലൂടെയുള്ള മരണത്തിൻ്റെ പ്രത്യേകത പെട്ടെന്നുള്ള മരണം അങ്ങനെയല്ല. വാർദ്ധക്യത്തിലുള്ള മരണം മാനസികമായി ആ രോഗി തന്നെ തയ്യാറാകും, ഇനി ഞാൻ പോവാണ്, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. യുസബ്ബു അലൈഹിമുൽ അജ്റു സബ്ബൻ ബിഗൈരി ഹിസാബ്.
കയ്യും കണക്കുമില്ലാതെ വേദനിച്ചവർക്ക്, വിഷമമുള്ള ആളുകൾക്ക് കയ്യും കണക്കുമില്ലാത്ത പ്രതിഫലം അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് വിചാരണയില്ല, അവർക്ക് തുലാസ് തൂക്കുന്ന പണിയില്ല. അവരോട് അള്ളാഹു റെക്കോർഡുകൾ നിരത്തി വെച്ചുള്ള ചോദ്യങ്ങളില്ല, അവർക്ക് പ്രതിഫലം ചൊരിഞ്ഞു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് സുമ്മ ഖറഅ ഖൗലല്ലാഹി ജല്ല വഅലാ, അള്ളാഹു പരിശുദ്ധനായ റബ്ബിന്റെ വിശുദ്ധ കലാം ഖുർആൻ ഓതി സൂറത്തു സുമറിലെ ആയത്ത് ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ഒരു കയ്യും കണക്കുമില്ലാതെയാണല്ലോ ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു പ്രതിഫലം നൽകുന്നത്. യവദ്ദുനാസുൻ, ആ നേരം ചില ആളുകൾ കൊതിച്ചു പോകുമത്രേ, ലൗഅന്ന ജുലൂദഹും കാനത് തുഖറദു ബിൽ മഖാരീദ്. റബ്ബേ, പ്രയാസം അനുഭവിച്ചവരെ, യാതനകൾ അനുഭവിച്ചവരെ, യുദ്ധക്കെടുതികൾ അനുഭവിച്ചവരെ, കിരാത ഭരണങ്ങളിൽ പെട്ടുപോയവരെ, ജയിലുകളിൽ നിരപരാധികളായിട്ട് പോലും ജയിലിലടക്കപ്പെട്ട് കാലം കഴിക്കേണ്ടി വന്നവരെ, ഇവരെയൊക്കെ കാണുമ്പോൾ, അവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം കാണുമ്പോൾ സാധാരണ വിഷമങ്ങൾ ഒന്നും അറിയാതെ ജീവിച്ചു പോയവർ പറയുമത്രേ, ലൗ അന്ന ജുലൂദഹും കാനത് തുഖറദു ബിൽ മഖാരീദ്. പടച്ചവനെ, ഞങ്ങളുടെ തൊലികളെല്ലാം മൂർച്ചയുള്ള മുറിവേൽക്കുന്ന ചീർപ്പുകളാലൊന്ന് വാർന്ന് ഞങ്ങളുടെ ദേഹമാകെ മുറിവുകളായി ഞങ്ങൾ ജീവിച്ചിരുന്നുവെങ്കിൽ ലിമാ യറൗന മിൻ സവാബി അഹ്ലിൽ ബലാ, പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ കഥ കാണുമ്പോൾ, അവസരം കാണുമ്പോൾ അവരെങ്ങനെ ചിന്തിച്ചു പോകുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൊതിച്ചു പോകുമത്രേ. അല്ലാഹ് ഖദ് യുൻഇമുല്ലാഹു ബിൽ ബൽവാ വഇൻ അളുമത് വയബ്തലില്ലാഹു ബഅദൽ ഖൗമി ബിന്നിഅമി. ഖദ് യുൻഇമുല്ലാഹു ബിൽ ബൽവാ വഇൻ അളുമത്. വലിയ വലിയ പരീക്ഷണങ്ങളാണെങ്കിൽ പോലും ആ പരീക്ഷണങ്ങളിലൂടെ അള്ളാഹു അനുഗ്രഹം നൽകുന്നുണ്ട്. വയബ്തലില്ലാഹു ബഅദൽ ഖൗമി ബിന്നിഅമി. അള്ളാഹു ചില ആളുകളെ പരീക്ഷിക്കുന്നത് സമ്പത്ത് കൊടുത്തുകൊണ്ടാണ്, ആരോഗ്യം കൊടുത്തുകൊണ്ടാണ്, നിഅമത്ത് കൊടുത്തുകൊണ്ട് അള്ളാഹു പരീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് പരീക്ഷണങ്ങൾ നൽകുന്നത് അനുഗ്രഹമായി മാറുന്നുണ്ട്. അങ്ങനെ ചില ആളുകൾക്കുണ്ടാകുന്ന പരീക്ഷണങ്ങൾ അനുഗ്രഹങ്ങളാണ്. ചില ആളുകളെ അനുഗ്രഹങ്ങൾ കൊടുത്ത് അള്ളാഹു പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഖദ് യുൻഇമുല്ലാഹു ബിൽ ബൽവാ വഇൻ അളുമത് വയബ്തലില്ലാഹു ബഅദൽ ഖൗമി ബിന്നിഅമി. നമ്മുടെ മുൻഗാമികളിൽ സലഫ് സ്വാലിഹീങ്ങളിൽ കഴിഞ്ഞു പോയ ഒരു മഹദിയായ ഉമ്മ, ആ ഉമ്മയുടെ പൊന്നുമോൻ മരണപ്പെട്ടപ്പോൾ ആളുകളെല്ലാം ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നു. യാ അമത്തല്ലാഹ്, അല്ലാഹുവിൻ്റെ ദാസിയായ പെണ്ണെ, ഇത്തഖില്ലാഹ് ഇത്തഖില്ലാഹ വസ്ബിരി, ക്ഷമിക്കണേ ഉമ്മ, ക്ഷമിക്കണേ സഹോദരി, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ എന്ന് പറഞ്ഞപ്പോ ആ പെണ്ണൊരു മറുപടി പറഞ്ഞു കൊടുത്തു. ജ്ഞാനമുള്ള പെണ്ണ്, അറിവുള്ള പെണ്ണ്, അല്ലാഹുവിനെ കുറിച്ച് ബോധ്യമുള്ള പെണ്ണ്. അൽഹംദുലില്ലാഹ്, മുസീബതി അഅ്ലമു മിൻ അൻ നുഫ്സിദഹാ ബിൽ ജസഅ. അല്ലാഹു തന്ന ഈ പരീക്ഷണം ഞാൻ വേവലാതിപ്പെട്ട് നശിപ്പിച്ചു കളയുകയാണോ? ഞാനതൊരിക്കലും ചെയ്യില്ല. കാരണം ഈ മുസീബത്തിലൂടെ അല്ലാഹു എനിക്ക് നൽകാൻ പോകുന്ന പ്രതിഫലം വലുതാണ്. അത് ഞാൻ ഇങ്ങനെ വേവലാതിപ്പെട്ട് നശിപ്പിച്ചു കളയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ മുസീബത്ത് അല്ലാഹു എന്നെ പരീക്ഷിക്കാൻ തന്ന അവസരമല്ലയോ? കുല്ലമസ്ദാദത് അലയ്യൽ മിഹൻ വതവാലത് ഇഹനൻ ലാ തഹിൻ വകുറൂബുൻ തുസ്തഫാ ഫീ സമൻ ഫലിതത്ഹീരിൻ വതദ്രിബീരിൻ അമീഖ്. എല്ലാ പരീക്ഷണങ്ങളും നമ്മളെ കഴുകി ശുദ്ധിയാക്കാനുള്ളതാണ്, അല്ലാഹുവിലേക്ക് നമ്മളെ അടുപ്പിക്കാനുള്ളതാണ്. അറിയണേ, ഒരു പനി പോലും വരാതെ, ഒരു അസുഖമോ വേദനയോ അറിയാതെ, കടബാധ്യതയുടെ വേദനയും അതിൻ്റെ തലവേദനയും അറിയാതെ, രോഗങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അറിയാതെ ജീവിക്കുന്ന ആളുകളും അതുള്ള ആളുകളുടെയും മനസ്സ് അല്ലാഹുമായുള്ള ബന്ധം ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. പരീക്ഷണങ്ങളുള്ള ആളുകൾ, അവർക്ക് ദുആയുണ്ട്, സ്വലാത്തുണ്ട്, ദിക്റുണ്ട്,
മജ്ലിസുന്നൂറുണ്ട്, ഹദ്ദാദ് റാത്തീബ് ചൊല്ലുന്നവരാണ്, മൗലിദ് പാരായണം ചെയ്യുന്നവരാണ്, ഖുർആൻ ഓതുന്നവരാണ്, അദ്കാറു സ്വബാഹി വൽ മസാ ഇതൊക്കെ അവർ കൊണ്ടു നടക്കും. എന്തേ? ലഅല്ലല്ലാഹ യക്ഷിഫു കുർബതി, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളെന്ന് നീക്കി തന്നെങ്കിലോ. അത് അല്ലാഹുവിലേക്ക് അടുക്കലാണല്ലോ വഴി എന്നാലോചിച്ച്. എന്നാൽ പരീക്ഷണങ്ങൾ ഇല്ലാത്തവരോ എത്ര പേരുണ്ട്? ഒരു ബുദ്ധിമുട്ടുമില്ലെങ്കിലും യാ റബ്ബി, അല്ലാഹുവേ പടച്ചവനെ, ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ വൽ മുആഫാത ദായിമ ഫിദ്ദീനി വദ്ദുനിയ വൽ ആഖിറ എന്ന് ചോദിക്കാൻ, അല്ലാഹുവിനോട് മാപ്പും ആരോഗ്യവും ആഫിയത്തും എല്ലാ തരത്തിലുമുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് മോചനവും റബ്ബിനോട് ചോദിക്കാൻ ആർക്ക് തോന്നും? അപ്പോ ആരാ ചോദിക്കുന്നത്? ദുആകൾ പഠിക്കുന്നത് വിഷമുണ്ടാകുമ്പോഴല്ലേ? ദിക്റുകൾ പഠിക്കുന്നത് നമ്മൾ രോഗിയായി കിടക്കുമ്പോഴല്ലേ? പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നുള്ളൂ? ഇല്ലെങ്കിൽ ആർക്കാണ് സമയം? എല്ലാവരും ഈ ലോകത്തെ കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിന്റെ പിന്നാലെയല്ലേ? അറിയണമേ, ഈ ലോകം നീങ്ങിപ്പോകുന്ന ഒരു തണല് പോലെയാണ്. ഒരു നിഴലിൽ നിങ്ങൾ വിശ്രമിക്കാനിരുന്നാൽ ഉച്ച കഴിഞ്ഞ് അസറായി മഗ്‌രിബാകുമ്പോഴേക്കും ആ നിഴലിങ്ങനെ അവസാനിക്കുകയാണ്. നിഴലേ പോവല്ലേ, നീ നീങ്ങല്ലേ എന്ന് പറഞ്ഞാൽ നീങ്ങാത്ത നിഴലുണ്ടോ? അതുപോലെയാണ് ഈ ലോകത്തെ സുഖ സൗകര്യങ്ങളെല്ലാം. അത് വരും, അത് തിരിച്ചു പോകും. അല്ലാഹു തന്നത് റബ്ബ് തിരിച്ചെടുക്കും. ഈ ലോകം അങ്ങനെയാണെന്ന് പരിശുദ്ധമായ ഖുർആൻ എത്രയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ ലോകം സുഖങ്ങളുടെ ഒരു ലോകമല്ല, എന്നാൽ സുഖങ്ങളുടെ ലോകമാണ് സ്വർഗം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബശ്ശിരിൽ ലദീന ആമനൂ وعملوا الصالحات أن لهم جنات تجري من تحتها الأنهار كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون وبشر الذين آمنوا നബിയേ, അല്ലാഹു ഏകനാണ്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഒരേ ഒരുത്തനാണ്. പുണ്യ നബിയെ, അങ്ങ് അല്ലാഹുവിന്റെ തിരുദൂതരാണ്. അങ്ങേക്ക് മുമ്പും പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങ് അന്ത്യദൂതരാണ്. അങ്ങയെ വിശ്വസിക്കുകയും അല്ലാഹുവിനെ അംഗീകരിക്കുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും അങ്ങയുടെ റിസാലത്തിനെ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് വഅമിലുസ്സാലിഹാത്ത്, ഒരു വിശ്വാസിയാണെന്ന് പറഞ്ഞതുകൊണ്ടായില്ല, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുകയും ചെയ്തവർ, അവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കണേ. അന്നലഹും ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, സ്വർഗീയമായ ഹാറുകൾ ഒഴുകുന്ന മനോഹരമായ പൂന്തോപ്പുകളുള്ള ഇടങ്ങളിൽ അല്ലാഹു അവരെ വസിപ്പിക്കാൻ പോവുകയാണ്. കുല്ലമാ റുസിഖൂ മിൻഹാ മിൻ സമറത്തിൻ റിസ്ഖാ, ആ പൂന്തോട്ടങ്ങളിൽ പഴവർഗ്ഗങ്ങളുണ്ട്. ആ പഴവർഗ്ഗങ്ങൾ അവർ രുചിച്ചു നോക്കുമ്പോൾ ഖാലൂ, അവർ പറയും ഹാദല്ലദീ റുസിഖ്നാ മിൻ ഖബൽ, ഭൂമിയിൽ നമ്മൾ ആപ്പിൾ കണ്ടിരുന്നല്ലോ, മുന്തിരി ഉണ്ടായിരുന്നല്ലോ, പൊമഗ്രനേറ്റ് ഉണ്ടായിരുന്നല്ലോ, റുമ്മാൻ ഉണ്ടായിരുന്നല്ലോ, പീച്ച് ഉണ്ടായിരുന്നല്ലോ, ആപ്രിക്കോട്ട് ഉണ്ടായിരുന്നല്ലോ. ദുന്യാവിലെ പഴവർഗ്ഗങ്ങളുടെ പേരുകൾ ഇങ്ങനെ അവർ ഓർത്തെടുക്കും. സ്വർഗത്തിലെ പഴവർഗ്ഗങ്ങളെ കാണുമ്പോഴേ ഇതുപോലത്തത് നമ്മൾ ഭൂമിയിൽ രുചിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ മറുപടി വഉതൂബിഹി മുതശാബിഹാ, ദുന്യാവിൽ ഉണ്ടായിരുന്നത് പോലെയേ സ്വർഗത്തിലേത്, എന്നാൽ സ്വർഗത്തേത് വേറെയാണ്. കാഴ്ചയിൽ പേരുകൊണ്ട് പറയുമ്പോൾ ദുന്യാവിലും ആപ്പിളുണ്ട്, സ്വർഗത്തിലുമുണ്ട്. എന്നാൽ സ്വർഗത്തിൻ്റെത് മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്തത്,
വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും കേൾക്കാത്തത്, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ മനസ്സിൽ പോലും ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്തതാണ് സ്വർഗത്തിലെ വിഭവങ്ങൾ. ദുന്യാവിലെ പേരുകളെ അതിനുള്ളൂ, സാധനങ്ങൾ വ്യത്യസ്തമാണ്, പഴവർഗ്ഗങ്ങൾ അതിൻ്റെ രുചിയും ടേസ്റ്റും നിറവും മണവുമെല്ലാം വ്യത്യസ്തമാണ്. ദുന്യാവിലേത് പേരുണ്ട് അവിടെ, പക്ഷേ ദുന്യാവിനേത് പോലെയല്ല അത്. വലഹും ഫീഹാ അസ്വാജും മുതഹറ, പരിശുദ്ധകളായ ഇണകളുണ്ട്, ഭാര്യമാരുണ്ട്, പെണ്ണുങ്ങൾക്ക് ഇണകളുണ്ട് അവിടെ. വഹും ഫീഹാ ഖാലിദൂൻ, ഒരു മരണമില്ലാത്ത ജീവിതത്തിലേക്കാണ് അവർ പോകുന്നത്, മരണമില്ലാത്ത ലോകം. ഇവിടെ മരണമുണ്ട്, അത് എവിടെയാണ് എപ്പോഴാണെന്ന് പോലും നമ്മൾ അറിയുന്നില്ല. മരണങ്ങളുടെ 100 സാധ്യതകളിലൂടെയാണ് നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുന്നത്. അത് ബൈക്കിലാണെങ്കിലും ഓട്ടോറിക്ഷയിലാണെങ്കിലും കാറിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും. ട്രെയിനൊക്കെ എത്ര പഴയ പാലത്തിലൂടെ കടന്നു പോകുന്നുണ്ടെന്നാ, കടകടാന്ന് പറഞ്ഞ കുറേ പാലങ്ങളൊക്കെ മാറ്റി, എന്നാൽ ഇപ്പോഴും ബ്രിട്ടീഷുകാരുടെ പാലത്തിലൂടെ ഇപ്പോഴും ഓടുന്നുണ്ട്. അതൊക്കെ എപ്പോൾ പൊഴിഞ്ഞു വീഴും, വീണാൽ പിന്നെ നമ്മൾ പുതിയ പാലം ഉണ്ടാക്കും. അതുവരെ അതിനിടയ്ക്ക് നമ്മൾ പോകുന്ന വണ്ടി വീഴുമോ? എത്ര പാലങ്ങൾ, എത്ര അപകടങ്ങളുടെ സാധ്യതകൾ, വണ്ടികൾ സൈഡെടുത്ത് കൊണ്ടുപോകുമോ? ആലോചിക്കുന്നില്ലേ? ഒരു പെണ്ണ് ഛർദ്ദിക്കാൻ വേണ്ടി തല പുറത്തിട്ടപ്പോഴാ ബസ്സിൽ നിന്ന് ആ തല അങ്ങ് ചതഞ്ഞു പോകുന്ന ആലോചിച്ച് നോക്കൂ. ആരെങ്കിലും ചിന്തിക്കുകയോ അത്? ജീവിതത്തിൽ നമ്മൾ മരണത്തിൻ്റെ ഇടയിലൂടെയായി റോഡിലൂടെയൊക്കെ നടക്കണം. കൂട്ടത്തിൽ ബൈക്കുകാരോട് പറയണേ, ബൈക്ക് ഓടിക്കുന്നവരെ ഒന്ന് ബാക്ക് ലൈറ്റ് കത്തുന്നുണ്ടോ എന്ന് നോക്കണം. രാത്രിയൊക്കെ പോകുമ്പോൾ ഒരു 20 റുപ്യ 50 റുപ്യേൻ്റെ ബൾബ് വാങ്ങിയിടേണ്ട കാര്യമുള്ളൂ. നമ്മൾ ഈ ബൈക്കിൽ പോകുമ്പോൾ മുമ്പിൽ ലൈറ്റ് കത്തുന്നുണ്ടാവും, ബാക്കിൽ പ്രത്യേകിച്ച് പഴയ വണ്ടികളൊക്കെ ആണെങ്കിൽ ആ ബാക്കിലെ ലൈറ്റ് കത്താതിരുന്ന പ്രശ്നം എന്താ? ഓപ്പോസിറ്റിൽ നിന്ന് വണ്ടി വരുമ്പോൾ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് ഈ ബൈക്കിനെ കാണൂല. വീതിയില്ലാത്ത റോഡല്ലേ, ആക്സിഡൻ്റ് ആയി പോകില്ലേ? ആകെ ഒരു 50 റുപ്യേൻ്റെ കേസുള്ളൂ. അത് പിശുക്കരുത് ദയവ് ചെയ്ത്. നിങ്ങളുടെ ഫ്രണ്ട് ലൈറ്റ് കുറവാണെങ്കിലും കുഴപ്പമില്ല, ബാക്കിലെ ലൈറ്റ് കത്തണം. ആ ബ്രേക്ക് ലൈറ്റ് സേഫ്റ്റിയാണ് രാത്രിയിൽ നിർബന്ധമായും. ഞാൻ ഇപ്പോൾ വരുമ്പോൾ കാണും കുറേ മഹല്ല് സെക്രട്ടറി പ്രസിഡൻ്റൊക്കെ തോന്നുന്നു, 2 ആൾ തോളിൽ പിടിച്ച് ആക്കും പോലെ അവർ വളരെ സാവധാനത്തിൽ നല്ല മക്കളായിട്ട് ഓടിക്കുകയാണ്. പക്ഷെ ബാക്കിൽ ലൈറ്റില്ല, നമ്മൾ എങ്ങനെ കാണുന്നുണ്ടത്? പക്ഷെ ഒരു ഇരുട് വന്ന് ഇപ്പുറത്തൊരു വണ്ടി ഹൈ ബീം ലൈറ്റ് ഇട്ട് വന്നാൽ കാണാൻ പറ്റുമോ? ആക്സിഡൻ്റ് ആയി പോവില്ലേ? മരണങ്ങളുടെ സാധ്യതകൾക്കിടയിലൂടെയാണ് നമ്മൾ ഓടുന്നത്. പുഴകളും നദികളും പാടങ്ങളും വയലുകളും കുണ്ടും കുഴിയുമുള്ള ഈ ഒരു മരണത്തിനിടയിലൂടെയുള്ള ഓട്ടമാണ്. എപ്പോഴാണ് നടക്കുക എന്നറിയില്ല. നമ്മുടെ അന്ത്യം എവിടെയാണ്? ഇന്ന ഇലൈഹി റാജിഊൻ, നമ്മൾ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകാനിരിക്കുന്നവരാ. പക്ഷേ അവിടെ ചെന്നിട്ട് പിന്നെ മരണമില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ പിന്നെ ഉറക്കം പോലും ഇല്ല എന്നാണ്. ഉറക്കം വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഞാൻ ആകെ ഉറങ്ങാൻ ഉദ്ദേശിച്ചിട്ടപ്പം അങ്ങോട്ട് പോകാൻ നിൽക്കുന്നത് തന്നെ, അവിടെ ഉറക്കില്ലേ എന്നാലോചിക്കേണ്ട. അന്നൗമു അഖുൽ മൗത്ത്, ഉറക്കം എന്ന് പറയുന്നത് മരണത്തിൻ്റെ ഒരു സഹോദരനോ സഹോദരിയോ ആണ്. മരണം പോലെയാണല്ലോ ഉറക്ക്. ഗാഢമായ ഡീപ്പ് സ്ലീപ്പിലേക്ക് മനുഷ്യൻ പോയാൽ ബോംബ് പൊട്ടിയവരെ അറിയില്ല ചിലപ്പോൾ. ആ ഉറക്കിൽ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കും. ഉറക്ക് തീർന്നിട്ട് എഴുന്നേറ്റാൽ മതി എന്ന് വിചാരിക്കും. അതൊരു മരണം പോലെയാണ്. ആരെടുത്തു കൊണ്ടുപോയവരറിയാത്തവരില്ലേ ഉറക്കത്തിൽ? ആ ഒരു ഡീപ്പ് സ്ലീപ്പ് അല്ലെങ്കിൽ സാധാരണ ഉറക്കം, അന്നൗമു അഖുൽ മൗത്ത്, മരണം അവിടെ ഇല്ല. എന്നപ്പോൾ മരണത്തിൻ്റെ സഹോദരനും അവിടെ വേണ്ടെന്നാണ് അള്ളാഹുവിൻ്റെ തീരുമാനം. അതുകൊണ്ട് ഉറക്കില്ല, പക്ഷെ ക്ഷീണിക്കൂല, ക്ഷീണം വരുന്നില്ല, വിശ്രമം ആവശ്യമായി വരുന്നില്ല. മനുഷ്യന് കണ്ടിന്യൂസ് എനർജി, എൻ്റർടൈൻമെൻറ്റ്, ആനന്ദം അള്ളാഹു അതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സെക്കൻഡിലും. അതുകൊണ്ട് മടുപ്പ് വരുന്നില്ല, ജീവിതം ബോറടിക്കൂല, ആനന്ദങ്ങൾ പുതിയത്. കുട്ടികളൊക്കെ ചോദിക്കുക PS4 ഉണ്ടാവും അവിടെ കളിക്കാൻ പറ്റുമോ, അവിടെ ഗെയിംസ് ഉണ്ടാവുക എന്നാണ് ചോദിക്കുക. പൊന്നുമക്കളെ, ഈ ഗെയിംസ് ഒന്നുമല്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സംവിധാനിക്കുന്ന ഗെയിമുകൾ സ്വർഗത്തിലേത് മലക്കുകളാണ് ഡിസൈൻ ചെയ്യുന്നത്, മനുഷ്യനല്ല. അവർ നൽകുന്ന ആനന്ദം അൺലിമിറ്റഡ് ആണ്. അങ്ങോട്ട് എത്താൻ വേണ്ടി നോക്കുക. അള്ളാഹു നമുക്ക് റബ്ബിനെ നാളെ ചെന്ന് കാണാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ എന്ത് അസുഖമുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും മരണത്തോടെ അത് അവസാനിച്ചു. ഭൗതികമായി നമ്മുടെ വേദന അവസാനിച്ചു. എന്നാൽ നാളെ അവിടെ ചെന്ന് നമുക്ക് വേദനിക്കരുത്. അള്ളാഹു നമുക്ക് കാവൽ നൽകട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബശ്ശിരില്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ
كلما رزقوا منها من ثمرة رزقا قالوا هذا الذي رزقنا من قبل وأتوا به متشابها ولهم فيها أزواج مطهرة وهم فيها خالدون. പരീക്ഷണങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷണം അസുഖം വരുന്നതല്ല എന്ന് തിരിച്ചറിയണം. പരീക്ഷണങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷണം മനുഷ്യൻ നിസ്കരിക്കാതെയാവുന്നതാണ്. പരീക്ഷണങ്ങളിൽ ഏറ്റവും വലിയ പരീക്ഷണം ഒരു മനുഷ്യന്റെ ദീനിൽ സംഭവിക്കുന്ന മുസീബത്താണ്. ഹലാലും ഹറാമും വിഷയമല്ലാതെയാവുന്നത്, നിസ്കാരം നഷ്ടപ്പെടുത്തുന്നതോ നിസ്കരിക്കാതിരിക്കുന്നതോ ഒരു ചിന്ത പോലും ആവാതെ മാറുന്നത്, ഇതാണ് ക്യാൻസറിനേക്കാളും വലിയ അസുഖമെന്ന് ആലിമീങ്ങൾ പറയാം. മനുഷ്യന്റെ ദീനിൽ സംഭവിക്കുന്നത്, വഞ്ചന നടത്തുന്നത്, കളവ് പറയുന്നത് പ്രശ്നമല്ലാതെയായി മാറുമ്പോൾ, അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കുന്നത്, ഖുർആൻ ഓതുന്നത്, നിസ്കരിക്കുന്നത് ഭാരമായി മാറുമ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഒരു വിഷയം വരുമ്പോൾ നീട്ടിവെക്കുന്നത്, നിസ്കരിക്കാൻ സമയമായി അത് പിന്നെ, നോമ്പെടുക്കാൻ നേരമായി അടുത്ത ആഴ്ച തുടങ്ങാം സുന്നത്ത് നോമ്പ്, ഇങ്ങനെ ഓരോന്നിനും മാറ്റിവെച്ചുകൊണ്ട് ദീനിന്റെ വിഷയത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നതാണ് ഒരു മനുഷ്യന്റെ പരീക്ഷണങ്ങളിൽ വെച്ച് അഅ്ളമായ മുസീബത്ത്. ഫഇന്നഹാ അഅ്ളമു കുല്ലി മുസീബ വൽ മസ്ലൂബു മൻ സുലിബ ദീനുഹു. എല്ലാം നഷ്ടപ്പെട്ടവരെന്ന് പറയുന്നത് ദീന് നഷ്ടപ്പെട്ടവരാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാവൽ നൽകട്ടെ. അത്തരം ആളുകളുടെ മനസ്സ് മരിച്ചുപോയി എന്നാണ് പറയാ. ജീവിച്ചിരിക്കുമ്പോഴേ മരണം സംഭവിച്ചു ഹൃദയത്തിന്. ഫഇന്നക ലാ തുസ്മിഉൽ മൗതാ വലാ തുസ്മിഉ സുമ്മദ്ദുആ. മനസ്സ് മരിച്ചുപോയവരാണ് നബി. അവരോട് എന്തു പറഞ്ഞാൽ അവർക്ക് എങ്ങനെ ഏശാനാണ്. അതുകൊണ്ട് മുസീബത്ത് വരാതെ സൂക്ഷിക്കുക. വളരെ ചിന്തിക്കാനും ആശ്വസിക്കാനും ഒരു വകയുണ്ട്. മഹാനായ ശുറൈഹുൽ ഖാദി റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ ഒരു വചനം ശ്രദ്ധിച്ചു നോക്കൂ. ഇന്നി ലഉസാബു ബിൽ മുസീബ, എനിക്ക് പരീക്ഷണങ്ങൾ വരുമ്പോൾ ഫഅഹ്മിദുല്ലാഹ അലൈഹാ അർബഅ മർറാത്തിൻ, 4 തവണ ഓരോ പരീക്ഷണങ്ങൾക്കും ഞാൻ അൽഹംദുലില്ല പറയുന്നുവെന്ന് മഹാനായ അല്ലാമ ശുറൈഹുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി. ഒന്ന്, ഞാൻ അല്ലാഹുവിന് ഹംദ് ചൊല്ലും, അൽഹംദുലില്ലാഹ്, ഞാൻ അനുഭവിക്കുന്ന ഇതിനേക്കാളും ഇത് കൂടുതലായില്ലല്ലോ റബ്ബേ. കൈ പൊട്ടി, പടച്ചോനെ കാല് പൊട്ടിയില്ലല്ലോ. കൈയും കാലും പൊട്ടി, പടച്ചവന്റെ ഊര മുറിഞ്ഞിട്ടില്ലല്ലോ. ഊര മുറിഞ്ഞു, പടച്ചവനെ എൻ്റെ ബുദ്ധി നഷ്ടപ്പെട്ടു പോയിട്ടില്ലല്ലോ. എപ്പോഴും ഇതിനേക്കാളും മോശപ്പെട്ട ഒരു അസുഖം, ഒരു പരീക്ഷണം വരാമായിരുന്നു, അത്രത്തോളം ആയില്ലല്ലോ. ഒരു വിരലിന് മുറിവായി, പടച്ചവന്റെ വിരലല്ലേ, കയ്യിനൊന്നും ആയില്ലല്ലോ. ഒരു കണ്ണിന് വിഷമമുണ്ട്, റബ്ബേ മറ്റേ കണ്ണിന് കുഴപ്പമില്ലല്ലോ. ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദനയുണ്ട്, എല്ലാ ഭാഗത്തും വേദനയൊന്നുമില്ലല്ലോ. അങ്ങനെ എപ്പോഴും ഇത്രയല്ലേ ആയിട്ടുള്ളൂ. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് പരീക്ഷണങ്ങളെ തരണം ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ വിഷമിച്ചു പോവും. കാണുന്നത് മുഴുവൻ നമുക്ക് വലിയ വിഷയമായിരിക്കും. നമ്മുടെ വിഷയം ലോകത്തെ ഇന്റർനാഷണൽ വിഷയത്തെക്കാളും വലുതായിരിക്കും നമുക്ക് നമ്മുടേത്. അങ്ങനെയല്ല, ഇപ്പുറത്തേക്കൊക്കെ നോക്കുക, ആശുപത്രിയിലേക്കൊന്ന് പോയി നോക്കുക. സൗകര്യം കിട്ടുകയാണെങ്കിൽ വല്ല മെഡിക്കൽ കോളേജിലോ തിരുവനന്തപുരം RCCയിലോ ഒന്ന് പോയി കയറി ഇറങ്ങിയാലേ നമുക്ക് ബോധ്യപ്പെടും ജീവിതം എന്താണെന്ന്. നമ്മളൊക്കെ എത്ര സ്വർഗത്തിലാണ്. ക്യാൻസർ രോഗികളായ പിഞ്ചുമക്കളും ചെറുപ്പക്കാരും മുടി നഷ്ടപ്പെട്ട് ശരീരമാസകലം മുറിവുകളായി കിടക്കുന്ന കിടപ്പ് കാണുമ്പോഴേ പിന്നെ ദിവസങ്ങളോളം നമുക്ക് പച്ചവെള്ളം കുടിക്കാൻ കഴിയില്ല. നമ്മൾ അനുഭവിക്കുന്ന നിഅമത്തിൻ്റെ വില അറിയണമെങ്കിൽ ആശുപത്രി കിടക്കകളിൽ കിടക്കുന്ന മനുഷ്യരെ പോയി കാണണം. അല്ലാഹുവേ, എനിക്ക് നൽകിയ മുസീബത്ത് ഇത്രയല്ലേ ആയിട്ടുള്ളൂ, ഇതിലേറെ ആയില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ അല്ലാഹുവിനോട് അൽഹംദുലില്ല പറയുന്നു എന്ന് ശുറൈഹുൽ ഖാദി. രണ്ടാമത്തേത്, വഅഹ്മദുഹു വഅഹ്മിദുഹു ഇദ് റസഖനി الصبر عليها والاحتساب. പടച്ചവനേ, ഒരു മുസീബത്തോ ഒരു പ്രയാസമോ വരുമ്പോൾ അത് ക്ഷമിക്കാനും ക്ഷമ കാരണം പ്രതിഫലം കിട്ടുമെന്ന് എനിക്കറിയുമല്ലോ. ആ അറിവും റബ്ബേ നീ എനിക്ക് തന്നുവല്ലോ, ക്ഷമ നൽകിയല്ലോ റബ്ബേ, അൽഹംദുലില്ലാ. ക്ഷമിക്കാൻ കഴിയാത്തവർ എത്രയുണ്ട്. ആത്മഹത്യകളിൽ അഭയം തേടുന്നവർ, ജീവിതം ഒടുക്കിക്കളയുന്നവർ,
പടച്ചവനെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. വഅഹ്മിദുഹു ഇദ് വഫഖനി ലിൽ ഇസ്തിർജാഇ, പടച്ചവനെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലാൻ നീ എന്നെ ഓർമ്മിപ്പിച്ചുവല്ലോ റബ്ബേ, അതിനും ഒരു അൽഹംദുലില്ലാ. ഏതൊരു മുസീബത്ത് വന്നാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അത് മരണം ആവണം എന്ന് നിർബന്ധമില്ല. റോഡിലൂടെ പോകുമ്പോൾ ഒരു ആക്സിഡന്റ് ആയത് കാണുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പടച്ചവനെ ഓർക്കാൻ ഓർമ്മ വരുന്നു, അതിനൊരു ശുക്ർ റബ്ബേ. നാലാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം, അല്ലാഹുവേ ഇദ് ലം യജ്അൽഹാ ഫീ ദീനി, രോഗിയാണെങ്കിലും എനിക്ക് നിന്നെ ഓർമ്മയുണ്ട് റബ്ബേ. ഞാൻ നിന്നെ മറന്ന് ജീവിക്കുകയല്ലല്ലോ, എൻ്റെ മുസീബത്ത് എൻ്റെ ദീനിൽ സംഭവിച്ചതല്ലല്ലോ. ഞാൻ നിസ്കരിക്കുന്നുവല്ലോ, നോമ്പെടുക്കുന്നുവല്ലോ, സത്യം പറയുന്നുവല്ലോ, എൻ്റെ നാവ് ദിക്റുണ്ട്, നിനക്ക് ശുക്റുണ്ട് റബ്ബേ. അല്ലാഹുവേ ഞാൻ നിന്നെ വഴിപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യനായിട്ടാണല്ലോ ജീവിക്കുന്നത്. അല്ലായിരുന്നെങ്കിൽ ഇത് ഏറ്റവും വലിയ പരീക്ഷണമായി മാറുമായിരുന്നു റബ്ബേ. പരീക്ഷണങ്ങളിൽ ഏറ്റവും വലുത് ഒരു മനുഷ്യന്റെ ദീനിൽ സംഭവിക്കുന്നതാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിർബന്ധമാക്കിയ അച്ചടക്കമുള്ള വസ്ത്രമിട്ട് നടക്കാൻ തോന്നാതിരിക്കുക, അവർക്കത് പറ്റില്ല. അത് പറയുന്നവരോട് ദേഷ്യം, ആരെങ്കിലും അങ്ങനെ സൂചിപ്പിച്ചാൽ അവരോട് വെറുപ്പ്, അങ്ങനെ തോന്നുന്നതൊരപകടമാണ്. എന്നോട് നല്ലതല്ലേ പറയുന്നത്, എൻ്റെ ശരീരം എനിക്കെതിരാണ്, അള്ളാഹുവിൻ്റെ ദീനിനെതിരാണ്. എൻ്റെ ശരീരത്തിന് ഇഷ്ടമില്ലെങ്കിലും അള്ളാഹുവിൻ്റെ ഇഷ്ടമാണല്ലോ ഞാൻ നടത്തേണ്ടത് എന്ന് ചിന്തിക്കേണ്ടവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് നടത്തേണ്ടത്, ശരീരത്തിൻ്റെ ഇഷ്ടമല്ല. ശരീരം ഇഷ്ടപ്പെടുന്നത് അള്ളാഹുവിന് വിരുദ്ധമായിട്ടുള്ളതാകാം. അങ്ങനെയാണ് സംഭവിക്കുക. വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസ്ഹിമാ, വഖാലിഫിൻ നഫ്സ വശൈത്വാന വഅസ്ഹിമാ വഇൻഹുമാ മഹളാകൻ നുസ്ഹ ഫത്തഹിമി. പിശാചും നമ്മുടെ ശരീരവും നമുക്ക് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് പിശാചിനും ശരീരത്തിനും എതിരായിട്ടാണ് അള്ളാഹുവിന്റെ നിയമത്തെ നമ്മൾ അംഗീകരിക്കേണ്ടത്. അല്ലാമാ ശുറൈഹ് എന്നവര് 4 തവണ അൽഹംദുലില്ലാ പറയും. ഒരു പരീക്ഷണം വന്നാൽ ഈ പരീക്ഷണം ഇത്രയല്ലേ ആയുള്ളൂ, ആ പരീക്ഷണം ക്ഷമിക്കാൻ ക്ഷമ നൽകിയല്ലോ റബ്ബേ, അൽഹംദുലില്ലാ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാ. അതിനാണ് അറബിയിൽ ഇസ്തിർജാ എന്ന് പറയാ. ഇസ്തിർജാ എന്ന് പറഞ്ഞാൽ ഇന്നാ ലില്ലാഹി പറഞ്ഞു എന്നാ. അങ്ങനെ പറയാൻ തൗഫീഖ് നൽകിയല്ലോ. നാലാമത്തേത്, ഇതെന്റെ ദീനിൽ സംഭവിച്ച പരീക്ഷണമല്ലല്ലോ, അങ്ങനെ ആശ്വസിക്കാൻ എനിക്ക് കഴിയുന്നു എന്ന് മഹാനായ അല്ലാമ ശുറൈഹുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്കത് മാതൃകയാണ്. അല്ലാഹു പരീക്ഷണങ്ങളെ ഈ രീതിയിൽ സ്വീകരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മിൻ കുല്ലി ഷൈഇൻ ഇദാ ളയ്യഅതഹു ഇവദു വമാ മിനദ്ദീൻ ഇൻ ളയ്യഅത മിൻ ഇവദി. നഷ്ടപ്പെട്ടു പോകുന്ന ഓരോന്നിനും പകരം കിട്ടിയേക്കാം, എന്നാൽ ദീനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത്, ദീനിനെ, നമ്മുടെ അമല്, നമ്മുടെ അദ്കാറുകൾ, നമ്മുടെ സ്വലവാത്തുകൾ, നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ ഇബാദത്തുകൾ നഷ്ടപ്പെട്ടതിന് പിന്നെ പകരം കിട്ടുകയില്ല. അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളെ സ്വീകരിക്കാൻ നമുക്ക് സഹായം നൽകുന്ന ഒരു ചിന്തയാണ് ഈ ലോകം നശിച്ചു പോകുന്നതാണ് എന്ന് തീർത്ത് മനസ്സിലാക്കുക. ഈ ലോകം നശിച്ചു പോകുന്ന ഒരു ലോകമാണ്. കാണുന്നില്ലേ, ചെടികൾ ഉണ്ടാകുന്നു, ഉണങ്ങുന്നു, മുളക്കുന്നു, തളിർക്കുന്നു, പിന്നെ ഉണങ്ങിപ്പോകുന്നു. ജീവിതം ഇങ്ങനെയാണ്. ആളുകൾ ജനിക്കുന്നു, വളരുന്നു, വലുതാകുന്നു, മരിച്ചു പോകുന്നു. പുതിയ ചെടികൾ ഓരോ സീസണിലും. മഴക്കാലത്ത് ഇവിടെ ഈ ഒരു വയലിൽ നോക്കൂ, നമ്മൾ ചവിട്ടി നിൽക്കുന്നത് ഉണങ്ങിയ വൈക്കോലാണ്. ഇതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞില്ലേ, ആലോചിച്ച് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യഅലമൂ, അറിയണേ, അന്നമൽ ഹയാത്തുദ് ദുനിയാ, ഈ ഭൗതിക ലോകം എന്നാൽ എന്താണ് എന്ന് ചിന്തിക്കണം. എന്താണിത് എന്നറിയണോ? ലൈബുൻ, ഇത് കളിയാണ്, ടൂർണമെന്റുകളാണ്, മത്സരങ്ങളാണ്, കബഡി മത്സരങ്ങൾ, നൈറ്റ്സ്, ടർഫുകൾ. മനുഷ്യൻ ആനന്ദിക്കാനും എന്റർടൈൻമെന്റിനും ഉപയോഗിക്കുന്ന ഒരു ലോകമാണിത്. വലഹുൻ, അനാവശ്യമായി സമയം കളയുന്ന പരിപാടികൾ. വസീനത്തുൻ, മനുഷ്യൻ അലങ്കാരവും കാണിക്കുന്ന, പ്രൗഢി കാണിക്കുന്ന ലോകമാണ്. വതഫാഖുറും ബൈനക്കും,
നിങ്ങൾ ഓരോരുത്തരും ഞാനാണ് നിന്നെക്കാൾ മീതെ, എൻ്റെ മക്കൾക്കാണ് നിന്റെ മക്കളെക്കാൾ വരുമാനം, എൻ്റെ വീട് എൻ്റെ സൗകര്യം നിന്റേതിനേക്കാൾ മീതെയാണ്. ഇങ്ങനെ മനുഷ്യൻ ഒരാൾ മറ്റൊരാളോട് അഹങ്കാരം കാണിക്കുന്ന ലോകമാണിത്. വതകാസുറും ഫിൽ അംവാൽ, എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് വരുമാനമുണ്ട്, അവിടെ ഇത്ര സെന്റ് സ്ഥലമുണ്ട്, റോഡരികിൽ ഇത്രതിന് വിലയുണ്ട്, എൻ്റെ വീടിന് ഇത്ര വിലയുണ്ട്. ഇങ്ങനെ മനുഷ്യൻ പേരും പെരുമയും പറയുന്ന ലോകമാണിത്. വല്ലൗലാദ്, എൻ്റെ മക്കള് 2 പേര് ഡോക്ടർ, 3-മത്തവൻ എഞ്ചിനീയർ, 4-മത്തവൻ UK പോയി, 5-മത്തവൻ കാനഡയിൽ പോകാൻ നിൽക്കുന്നു. ഇങ്ങനെ മക്കളെക്കുറിച്ച് പെരുമ പറയുന്ന ലോകമാണിത്. മക്കളെക്കുറിച്ച് പെരുമ പറയാ ഏതുപോലെ അള്ളാഹു ഉദാഹരിച്ചു തരികയാണ്. ഈ ലോകം ഒരു മഴ പെയ്യുന്ന പോലെ ചിന്തിച്ചു നോക്കൂ. അജബൽ കുഫാർ നബാതുഹു, കുഫാർ എന്നത് കാഫിർ എന്നതിൻ്റെ ബഹുവചനമാണ്. കാഫിർ എന്നതിന് 2 അർത്ഥമുണ്ട്. ഒന്ന് ദൈവനിഷേധി, പടച്ചോനില്ല എന്ന് പറയുന്നവൻ. 2-മത്തെ അർത്ഥം കാഫിറിന് കർഷകൻ എന്നർത്ഥമുണ്ട്. കർഷകർക്ക് കാഫിർ എന്ന് പറയും. ആ അർത്ഥത്തിലെ ഖുർആൻ ഇവിടെ പറയുന്നത് അജബൽ കുഫാർ നബാതുഹു, കർഷകന്മാർക്ക് ആ മഴ പെയ്യുമ്പോൾ അവരുടെ വിളകൾ മുളച്ചു വരുന്നത് കാണുമ്പോൾ സന്തോഷമാകും. സുമ്മ യഹീജു, മഴ പെയ്തു ഞാറ് ഇട്ട് ആ പുല്ലും കതിരുകളും നെൽവയലുകളെല്ലാം തളിർത്ത് വളരെ റെഡിയായി കായ്ച്ചു നിൽക്കുമ്പോൾ മഞ്ഞ നിറമായി നിങ്ങൾക്കത് മാറുന്നത് കാണാം. ഒന്ന് കാലിലടിക്ക് നോക്കി, വൈക്കോലിന്റെ നിറം എന്താ? മഞ്ഞന്നല്ലേ നമ്മുടെ കാലിലടിയിൽ നിൽക്കുന്നത്. ഇത് പച്ചയായിരുന്നു ഒരു സമയത്തല്ലേ, അതിന് ജീവനുണ്ടായിരുന്നു. ഇവിടെ പക്ഷികൾ വന്നിരുന്നു, അതിൽ നിന്ന് അതിൻ്റെ നെൽമണികൾ അത് മൂപ്പാകും മുമ്പ് തന്നെ കൊത്തിയെടുക്കാൻ വേണ്ടി പ്രാണികളുണ്ടായിരുന്നു. പെസ്റ്റിസൈഡ് ചെയ്തിട്ട് നമ്മളതിനെ ഒഴിവാക്കുന്നതാണ്. ജീവജാലങ്ങളുണ്ടായിരുന്നു, വെള്ളമുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിലൊക്കെ കൊച്ചു കൊച്ചു വെള്ളത്തിലുണ്ടാകുന്ന ജീവികളുണ്ടായിരുന്നു. ഒക്കെ ഉണങ്ങി. ഫതറാഹു മുസ്ഫറ, മഞ്ഞ നിറമായി മാറിയത് നിങ്ങൾ കാണുന്നില്ലേ? ഇതാണ് ഈ ലോകമെന്ന്. പൈസ ഉണ്ടായിരുന്നു, പത്രാസ് ഉണ്ടായിരുന്നു, സൗകര്യം ഉണ്ടായിരുന്നു, ആള് മരിച്ചു പോയോലോ, തീർന്നു. എല്ലാം സന്തോഷം നൽകുമെന്ന് വിചാരിച്ചു ജീവിച്ചു, പക്ഷേ ഒന്നുണ്ടായില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊടുത്തത് കിട്ടി, പടച്ചവന് നൽകിയത് കിട്ടി. പള്ളിക്ക് കൊടുത്തു, മദ്രസക്ക് കൊടുത്തു, ദീനിന് കൊടുത്തു, മുതഅല്ലിമിന്, ആലിമിന്, ദീനി സംഘടനകൾക്ക്, സംവിധാനങ്ങൾക്ക്, അതൊക്കെ കിട്ടി. അല്ലാത്തതോ ഒക്കെ പോയി. ഫതറാഹു മുസ്ഫറ, കഴിഞ്ഞില്ല. സുമ്മ യകൂനു ഹുതാമാ, കാറ്റടിച്ചാൽ പറക്കുന്നത് പോലെ അതിൻ്റെ മുരടറ്റ് വീഴുന്നതായിട്ട് നിങ്ങൾ കാണുന്നില്ലയോ? കാറ്റടിച്ചതൊക്കെ പാറിപ്പോകും. അതിന് കാരണം അതിൻ്റെ റൂട്ടുമായിട്ട്, അതിൻ്റെ വേരുമായുള്ള കണക്ഷൻ നഷ്ടപ്പെട്ടു പോയി. അല്ലാഹു പറയാണ്, വഫിൽ ആഖിറതി അദാബുൻ ശദീദുൻ വമഗ്ഫിറതും മിനല്ലാഹ്. എന്നാൽ ആഖിറത്തിൽ മനുഷ്യനെ കാത്തിരിക്കുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന് അദാബുൻ ശദീദ്, ഭയാനകമായ വേദനയുള്ള ശിക്ഷകൾ അവിടെയുണ്ട്. അള്ളാഹുവിൻ്റെ അദാബിൻ്റെ മലക്കുകൾ മാത്രമുണ്ട്. റബ്ബിന് അദാബ് ചെയ്യലാണ് അവരുടെ ജോലി. അവർക്ക് കരുണയില്ല, അവർക്ക് കരച്ചിൽ വരില്ല, അവർക്ക് ശിക്ഷ നടപ്പാക്കലാണ് അവരുടെ ജോലി. വഫിൽ ആഖിറതി അദാബുൻ ശദീദ്, പൈസയുടെ പിന്നാലെ മാത്രം ഓടി. നിസ്കാരത്തിൻ്റെ സമയമാകുമ്പോൾ റോഡരികുകളിൽ എത്രയോ മസ്ജിദുകൾ ഉണ്ടായിരുന്നിട്ട് ഒന്ന് ബൈക്ക് സൈഡാക്കി നിസ്കരിക്കാൻ തോന്നിയിരുന്നില്ല. മദ്യഷാപ്പുകളും ലഹരികളും കിട്ടുന്നിടത്തേക്ക് മനുഷ്യൻ ഓടുകയായിരുന്നു. എവിടെയാണ് ഡാൻസുകൾ ഉള്ളത്, എവിടെയാണ് കാബറെ നൃത്തങ്ങളുള്ളത്, എവിടെയാണ് നിശാ ക്ലബ്ബുകളുള്ളത്, എവിടെയാണ് മ്യൂസിക് നൈറ്റുകളുള്ളത്, എവിടെയാണ് പുതിയ സിനിമകളുള്ളത് എന്നന്വേഷിച്ച് മനുഷ്യൻ്റെ സ്വകാര്യതയിലും പരസ്യവും പുറത്തിറങ്ങി നടന്നിട്ടും തിന്മകളുടെ പിന്നാലെ ഓടി നടന്നവരെ കാത്തിരിക്കുന്നത് അദാബുൻ ശദീദ്. എന്നാൽ ഇപ്പുറത്ത് നന്മ ചെയ്ത് ജീവിച്ചവർക്കോ വമഗ്ഫിറതും മിനല്ലാഹി വറിദ്വാൻ, അള്ളാഹു നൽകുന്ന പാപമോചനവും. മുഅ്മിനീങ്ങളാണ്, പക്ഷേ തെറ്റുകൾ സംഭവിച്ചിരിക്കാം. അള്ളാഹു മാപ്പ് നൽകുന്നവനാണ്. അള്ളാഹു അഫുവാണ്, ഗഫൂറാണ്. അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ.
അത് റമദാനിൽ മാത്രം ചൊല്ലാനുള്ള ദിക്റല്ല, റമദാൻ കഴിഞ്ഞാലും ചൊല്ലാൻ പറ്റുന്ന ദിക്റാണത്. എപ്പോഴും ചൊല്ലാം. അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനല്ലേ, ഇന്നക അഫുവുൻ, നീ മാപ്പ് നൽകുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ. ലൈലത്തുൽ ഖദ്റിന്റെ രാവുകളിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് ചോദിച്ച ചോദ്യമാണത്. നബിയെ, എന്നാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് എനിക്കറിയാൻ ഒരു തൗഫീഖ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ എന്താണ് ചൊല്ലേണ്ടത്? ഖൂലീ ഇന്നക അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനല്ലേ, മാപ്പ് നൽകുന്നത് നിനക്ക് ഇഷ്ടമാണല്ലോ റബ്ബേ, ഫഅഫു അന്നി, എനിക്ക് മാപ്പ് നൽകണമേ. ഇത് അല്ലാഹുവിനോട് എപ്പോഴും ചോദിക്കാം. ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന രാവുകളിൽ പ്രത്യേകിച്ചും ചോദിക്കണം. അല്ലാഹു നമുക്ക് മാപ്പ് നൽകട്ടെ. വറിദ്വാനും മിനല്ലാഹ് വറിദ്വാൻ വമഗ്ഫിറത്തും മിനല്ലാഹി വറിദ്വാൻ. അല്ലാഹുവിൻ്റെ പൊരുത്തം. അല്ലാഹു നമ്മളെ പൊരുത്തപ്പെടട്ടെ, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടട്ടെ. പൊരുത്തപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ലേ, എനിക്ക് മനസ്സിന് നല്ല പൊരുത്തായി, എനിക്ക് ഇഷ്ടമായി, എനിക്ക് പൊരുത്തപ്പെട്ടു. അത് അല്ലാഹു നമ്മളോട് പടച്ചവന് തോന്നണം. അല്ലാഹു അങ്ങനെ അല്ലാഹു സ്വീകരിക്കട്ടെ. എന്നിട്ട് അല്ലാഹു സൂറത്തുൽ ഹദീദിലെ ഈ ആയത്തിന്റെ അവസാനം നോക്കൂ. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ലോകം വഞ്ചിക്കുന്ന ഒരു ലോകമാണ്, വഞ്ചിക്കുന്ന ലോകം. സൗഹൃദങ്ങൾ വഞ്ചനയായി മാറും, പരിചയങ്ങൾ വഞ്ചനയായി മാറും. സമ്പത്ത് കിട്ടിയാൽ അതുകൊണ്ട് മനുഷ്യൻ വഞ്ചിതനാകും. സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ വഞ്ചിക്കപ്പെടും. എന്താ വഞ്ചിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തും. നമ്മളതിൽ മതിമറന്നു പോകും. ഇതാണ് എല്ലാമെന്ന് തോന്നിപ്പോകും. പക്ഷെ അതിലൊന്നുമില്ലെന്ന് മനുഷ്യന് പിന്നീട് ബോധ്യപ്പെടും. എന്താണ് ഖുർആനിന്റെ വാക്കുകളുടെ ഈ മനോഹാരിത? ഒന്നുകൂടെ ഓതട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യഅലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹവും വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. അല്ലാഹുവേ അഹ്ലാമു നൗമിൻ ഔ കദുല്ലിൻ സായിലി. ഇത് ഉറങ്ങുന്നവന്റെ സ്വപ്നം പോലെയുള്ളൊരു ലോകമാണ്. ആലോചിച്ച് നോക്കി, കല്യാണം കഴിച്ചവര് എത്ര കൊല്ലായി? പഠിച്ചവനെ ഇത്ര പെട്ടെന്ന് 2 കൊല്ലായോ, 5 കൊല്ലായോ, 15 കൊല്ലം കഴിഞ്ഞല്ലേ, 25 കൊല്ലായല്ലേ, 30 മക്കളെ കെട്ടിച്ച് വല്യാപ്പയായി. പഠിച്ചവനെ, എൻ്റെ കല്യാണത്തിന് പുതിയാപ്പിള ഇറങ്ങിയ കാലം ഇങ്ങനെ ആലോചിച്ച് നോക്കുക. എത്ര പെട്ടെന്നാണ് ഞാനൊരു വല്യാപ്പയായി മാറി. എനിക്ക് പേരക്കുട്ടിയായി, കുട്ടി വല്യപ്പാന്ന് വിളിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഇച്ചിരി വേജാറുണ്ടാവും, പിന്നെ അങ്ങ് ശീലമായി പോവാണ്. എത്ര പെട്ടെന്നാണ് സമയം ഓടുന്നത്. നിങ്ങൾ ഭാര്യയായി, ഒരു ഉമ്മയായി, പിന്നെ വല്യമ്മയായി. ഇതൊക്കെ എപ്പോഴേ സംഭവിച്ചത്? ഉറക്കത്തിൽ നിന്ന് എണീറ്റ്, ഒരു ഉറക്കം കഴിഞ്ഞ് എണീക്കുന്ന പോലെ എത്ര പെട്ടെന്നാണല്ലേ വർഷങ്ങൾ കഴിഞ്ഞു പോയത്. നമ്മളൊക്കെ നമ്മൾ പണ്ടൊക്കെ വിചാരിക്കുന്ന അങ്ങനെ, ചെറുപ്പത്തിലൊക്കെ പത്രത്തിൽ ഇങ്ങനെ 43-ാം വയസ്സിൽ മരിച്ചു, 40 ജീവിച്ചല്ലോ, സമയമായി, കുഴപ്പമില്ല. ഇപ്പം തോന്നും 60 ഇപ്പോൾ ചെറുപ്പം തന്നെയല്ലേ. സമയം പെട്ടെന്ന് ഓടുകയാണ്. നമ്മളിങ്ങനെ ജീവിതത്തിൻ്റെ ആ ചക്രത്തിൽ നമ്മൾ അറിയാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ട്രെയിനിൽ കയറിയിരിക്കണ പോലെ ഇപ്പോൾ എത്തുന്നിടത്തൊക്കെ നമ്മളെത്തും. നമ്മളായിട്ട് തീരുമാനിക്കേണ്ട കാര്യമില്ല, അതങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അഹ്ലാമു നൗമിൻ ഔ കദുല്ലിൻ സായിലി
ഇന്നൽ ലബീബ ബിമിഥിലിഹാ ലാ യുഖ്ദഉ അഹ്ലാമു നൗമിൻ ഔ കദില്ലിൻ സായിലി. ഉറങ്ങുന്നവന്റെ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം പോലെയുള്ള ഒരു ലോകം. ഔ കദില്ലിൻ സായിലി, നീങ്ങിപ്പോകുന്ന ഒരു നിഴൽ പോലെയുള്ള ഒരു ലോകം. ഇന്നൽ ലബീബ ബിമിഥിലിഹാ ലാ യുഖ്ദഉ. ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്ത് വഞ്ചിതനായി പോകരുത്. അതുകൊണ്ട് പൈസയാണ് വലുത് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുമ്പോഴേ അനന്തരാവകാശം പറഞ്ഞിട്ട് തെറ്റലും പിണങ്ങലൊക്കെ. ഉമ്മാൻ്റെ ആ സ്വത്ത് എനിക്ക് കിട്ടിയില്ല, എനിക്ക് അത്ര വേണ്ടിയിരുന്നു, ഇത്ര വേണ്ടിയിരുന്നു. പൈസയെ ചൊല്ലി മനുഷ്യൻ എന്തേ പൈസ, ആകെ 5 ലക്ഷം 10 ലക്ഷം ഉണ്ടാവും, ഇനി 1 കോടി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് 10 കോടിൻ്റെ ആവശ്യപ്പം വരും. അതുകൊണ്ട് ഒരു ഉപകാരവും നടന്നിട്ടുണ്ടാവില്ല. വെറുതെ അടിപിടി കൂടി കുടുംബം പിണങ്ങി അതും ഇതും പറഞ്ഞു, എന്തൊക്കെ കേൾക്കേണ്ടി വന്നു. ജീവിതം സങ്കുചിതമായി, മനസ്സ് വേദനിച്ചു. എന്തിന്? പൈസയ്ക്ക് വേണ്ടി. മനുഷ്യൻ വിചാരിക്കുന്നത് എല്ലാമാണെന്ന്. കാശെന്ന് പറയുന്നത് കദുല്ലിൻ സായിലി, നീങ്ങിപ്പോകുന്ന നിഴല് പോലെയാണ്. എത്ര മുതലാളിമാർ പാപ്പരായിപ്പോയി. ഞങ്ങൾ പണ്ടിങ്ങനെ ബസ്സിൽ അങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ വരുമ്പം പറയായിരുന്നു, പണ്ടൊക്കെ ഒരു മയിൽ വാഹനം എന്ന് പറഞ്ഞ വണ്ടി ഇങ്ങനെ ഓടിയിരുന്നു കൊപ്പം വളഞ്ചേരിയൊക്കെ. അത് കാണിപ്പല്ലേ ഉണ്ടോ? പണ്ട് എപ്പോഴും കാണായിരുന്നു മയിൽ വാഹനം. ഈ റൂട്ടിലൊക്കെ പോകുമ്പോൾ മയിൽ വാഹനം തന്നെ. ഗുരുവായൂർക്കും പാലക്കാടും ഷൊർണൂരും അല്ലേ, കുറേ അത്രയൊന്നും ഇല്ല അല്ലേ, ഉണ്ടായിരിക്കും. ഞാൻ സുബ്ഹാനല്ലാഹ്, ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്ത് ഓരോ ചില കുത്തക കമ്പനികളുണ്ടാവും, വലിയ വലിയ മുതലാളിമാർ. പിന്നെ കേൾക്കും ഓരൊക്കെ പോയോലോ, എന്താണെന്നറിയില്ല എന്ന്. അപ്പോൾ ജീവിതം അങ്ങനെയാണ്. പുതിയ പുതിയ ആളുകൾ വരും, പഴയ ആളുകൾ അങ്ങനെ മാറിപ്പോകും. അന്നൊക്കെ വലിയ വലിയ വീടുകളിൽ ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ വേണ്ടി കഞ്ഞിൽ 2 വറ്റ് കിട്ടും ആ പുരക്ക് പോയാൽ എന്ന് വിചാരിച്ച് ആ വീട്ടിൽ വേല ചെയ്ത ആളുകൾ ഇന്ന് ആ നാട്ടിലെ വലിയ മുതലാളിയായിരിക്കും. അന്ന് കഞ്ഞി കൊടുത്ത ആൾക്കാർ ഇപ്പോൾ ആരെങ്കിലും കഞ്ഞി കൊടുക്കാൻ വേണ്ടി അവരെ യാചിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും. അലച്ചു നോക്കൂ. ഇതാണ് ദില്ലുൻ സായിലു. ഇത് എപ്പോഴും നിൽക്കൂല. ഇത് അല്ലാഹു തരും, അങ്ങനെ എടുത്തു കൊണ്ടുപോകും ചെയ്യും. പടച്ചവനെ, അഹ്ലാമു നൗമിൻ ഔ കദില്ലിൻ സായിലി ഇന്നൽ ലബീബ ബിമിഥിലിഹാ ലാ യുഖ്ദഉ. പരീക്ഷണങ്ങളിൽ അല്ലാഹു നൽകുന്ന പ്രതിഫലങ്ങളെ ഓർക്കലാണ് മനസ്സിന് സമാധാനം കിട്ടാനുള്ള മറ്റൊരു വഴി. അല്ലാഹു നൽകുന്ന പ്രതിഫലങ്ങളെ കുറിച്ച് ഓർക്കുക. മഹാന്മാരായ സലഫ് സ്വാലിഹീങ്ങൾ പറയാറുണ്ട്, ഇന്നൽ അബ്ദ ലയുസാബു ബിൽ മുസീബ. മനുഷ്യന് പരീക്ഷണങ്ങൾ വരും. ഫയദ്കുറു ദുനൂബഹു, അന്നേരം ഓർക്കും, റബ്ബേ, ഞാൻ ചെയ്തു പോയ ഏതോ തെറ്റുകൊണ്ടാണോ എനിക്കത് സംഭവിച്ചത്. അങ്ങനെയാണ് പരീക്ഷണങ്ങൾ വരുമ്പോൾ ഒരു മുഅ്മിൻ എങ്ങനെയാണ് ഓർക്കേണ്ടത്? അല്ലാഹുവേ, നിന്നോട് ഞാൻ ചെയ്ത ഏതെങ്കിലും ഒരു തെറ്റുകൊണ്ടാണോ ഇത് സംഭവിച്ചത്? ഫയഖ്റുജു മിൻ ഐനിഹി മിഥ്ലു റഅസി ദുബാബി ദംആ. ഈച്ചയുടെ കണ്ണുപോലത്തെ കണ്ണുനീർ അവരുടെ കണ്ണിൽ നിന്ന് താഴേക്ക് വീഴും. മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ടതിൻ്റെ പേരിൽ. ഫയഗ്ഫിറുല്ലാഹു അസ്സ വജല്ല ലഹ്, ആ മനുഷ്യന് ആ കണ്ണുനീര് കാരണം അല്ലാഹു പുറത്തു കൊടുക്കും. ആ കണ്ണുനീർ ഈ ഒരു പരീക്ഷണം വന്നില്ലെങ്കിൽ ഓർക്കില്ലായിരുന്നു. ഒരു സർജറി വേണമെന്ന് പറഞ്ഞു, കിഡ്നി ഫെയിലിയറാന്ന് പറഞ്ഞു. റബ്ബേ, ഡയാലിസിസോ, പടച്ചവനെ, എത്ര മണിക്കൂർ പോയി കിടക്കണം, പോകണം, തിരിച്ചു വരണം, അതിൻ്റെ ക്ഷീണം. അല്ലാഹുവേ, പടച്ചവനെ എന്ന് മനുഷ്യൻ ചിന്തിച്ചു പോകുന്നൊരു നേരമുണ്ട്. അല്ലാഹുവേ, എല്ലാ രോഗികൾക്കും ശിഫ കൊടുക്കണേ പടച്ചവനെ. പ്രത്യേകിച്ച് കിഡ്നി രോഗങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, നീ ശിഫ കൊടുക്കണേ റബ്ബേ. കാവൽ നൽകണേ പടച്ചവനെ, ഞങ്ങളെല്ലാവർക്കും കാവൽ നൽകണേ റബ്ബേ. ആമീൻ പറഞ്ഞോളൂ. അല്ലാഹുവേ, നീ കാവൽ നൽകണേ റബ്ബേ. ഞങ്ങളോട് ബന്ധമുള്ള എല്ലാ മുഅ്മിനാത്തുകൾക്കും കാവൽ കൊടുക്കണേ പടച്ചവനെ. എന്താ നമ്മൾ ഒരു ചെലവില്ലാണ്ട് ജീവിക്കുകയാണല്ലേ. ഒരു അവയവം നമ്മുടെ ഉള്ളിൽ, ഒരു ഇൻറ്റേർണൽ ഓർഗൻ കേടുവന്നാൽ നമ്മുടെ വരുമാനം തീർന്നു, നമ്മുടെ എല്ലാം തീർന്നു. ഇപ്പം എനിക്ക് അതിലേക്ക് ഐഫോൺ കിട്ടിയില്ലല്ലോ, മറ്റേ നോട്ട്ബുക്ക് കിട്ടിയില്ലല്ലോ, സാംസങ്ങിൻ്റെ അത് കിട്ടിയില്ല, പല പരാതിയായിരിക്കും. നമ്മുടെ ശരീരത്തിലെങ്ങാനും അല്ലാഹു ഒരു പരീക്ഷണം തന്നാൽ പിന്നെ നമുക്കൊന്നും വേണ്ട ദുന്യാവിൽ. റബ്ബേ, എനിക്ക് ആരോഗ്യം മതി, അത് മാത്രം മതി റബ്ബേ എന്ന് ചിന്തിച്ചു പോകുന്നൊരു നേരമുണ്ട്. എത്ര നിഅമത്തിലാണ് നമ്മളുള്ളത്. എന്തെങ്കിലും ഒരു പരീക്ഷണം അല്ലാഹു നൽകുമ്പോഴാണ് നമ്മുടെ കണ്ണിന്ന് കണ്ണുനീര് വരുന്നത്. മഹാന്മാരായ സലഫ് സ്വാലിഹീങ്ങൾ പറയാം, ഒരു മുസീബത്ത് വരുമ്പോൾ അല്ലാഹു, ഇത് ഞാൻ ചെയ്തു പോയ തെറ്റുകൊണ്ടാണോ എന്ന് മനുഷ്യൻ ഓർക്കുകയും ആ തെറ്റിനെ കുറിച്ച് ഓർത്ത് കണ്ണിന്ന് കണ്ണുനീര് വരും.
ഏതുപോലെ മിഥ്ലു റഅസി ദുബാബ്, വലിയ ഈച്ചകൾ കണ്ടില്ലേ, ഈച്ചകളുടെ കണ്ണ് പോലെയുള്ള കണ്ണുനീരെന്ന്. സുബ്ഹാനല്ലാഹ്. ഫയഗ്ഫിറുല്ലാഹു അസ്സ വജല്ല ലഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രയാണ് പ്രതിഫലം പറഞ്ഞത്. ലാ യുസീബുൽ മുഅ്മിന മിൻ ഹമ്മിൻ വലാ ഗമ്മിൻ വലാ നസബിൻ വലാ വസബിൻ ഹത്ത ശൗകത യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായാ. അല്ലാഹു മനുഷ്യന് മനസ്സിന് അനുഭവിക്കുന്ന ടെൻഷന് പോലും, മനുഷ്യന്റെ ശരീരത്തിന് അനുഭവിക്കുന്ന വേദനയ്ക്ക് പോലും പ്രതിഫലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാർ പറയാറുണ്ട്, ഇന്നല്ലാഹ ലയബ്തലിൽ അബ്ദ്, അല്ലാഹു മനുഷ്യനെ പരീക്ഷിക്കുന്നു. എന്തിന്? ലിയസ്മഅ തളർറുഅഹു വദുആഅഹു, അള്ളാഹുവിൻ്റെ മുമ്പിൽ താണുകയാണ്. റബ്ബേ എനിക്ക് ശിഫ വേണം, പടച്ചവനെ എൻ്റെ കടങ്ങൾ വീഴണം, അള്ളാഹു എനിക്ക് വീട് വേണം, മക്കളെ കെട്ടിച്ചയക്കാനുണ്ട്, വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട് റബ്ബേ എന്ന് പറഞ്ഞ് മനുഷ്യൻ ദുആ ചെയ്യുന്ന ദുആഇന്റെ ശബ്ദം കേൾക്കാൻ അള്ളാഹുവിന് കൊതിയുള്ളതിൻ്റെ പേരിൽ മനുഷ്യരെ റബ്ബ് പരീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. മനുഷ്യൻ ദുആ ചെയ്യുന്ന അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹുവിന് ഇഷ്ടമാണ് ദുആ ചെയ്യുന്നത്. ഒറ്റയ്ക്കിരിക്കുമ്പോഴും കൂട്ടായിട്ടും ഉണർന്നിരിക്കുമ്പോഴും നമ്മുടെ ജോലിയിലായിരിക്കുമ്പോഴും ഒക്കെ നാവുകളിൽ ദുആ വേണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ദുആ തരട്ടെ. ദുആ വലിയൊരു വസീലയാണ്. അത് ചോദിച്ചാൽ ഒന്നുകിൽ അള്ളാഹു തന്നിരിക്കും, അല്ലെങ്കിൽ ഒരൽപ്പം കഴിഞ്ഞു തരും, അല്ലെങ്കിൽ അതിനേക്കാൾ ഖൈർ തരും, അല്ലെങ്കിൽ അതിന് പകരം അള്ളാഹു ഒരു ഷർറിനെ നമുക്ക് തട്ടിമാറ്റി തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു